ഇലക്ഷന് ഇനി കഷ്ടിച്ച് 2 മാസം മാത്രമാണ് മുമ്പിലുള്ളത്. ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ചും CPM, അതിന്റെ നിലപാടുകളിൽ അല്ലെങ്കിൽ അതിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ മുന്നണിയുടെ അല്ലെങ്കിൽ CPMന്റെ ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഗണ്യമായി കുറെ BJPയിലേക്കും കുറെ കോൺഗ്രസിലേക്കും ഒക്കെ ഒഴുകിപ്പോയപ്പോഴാണ് CPMന് മനസ്സിലായത് ഇത്രയും കാലം അവർ തുടർന്നു വന്ന മുസ്ലിം പ്രീണന നയം, ഒരു ലക്കും ലഗാനുമില്ലാതെ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ നയങ്ങൾ നമുക്കറിയാലോ. ഈ ഗാസയിലൊക്കെ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി, ഹമാസ് ഭീകരർക്ക് വേണ്ടിയിട്ട് പലസ്തീൻ സംഗമവും പലസ്തീൻ ഐക്യദാർഢ്യവും ഒക്കെ നടത്തിയവരാണ് CPMകാർ. അങ്ങനെ ഈ ഇവരുടെ ലക്ഷ്യം മുസ്ലിം വോട്ടുകളാണ്. അല്ലാതെ ഈ ഗാസയിലോ അല്ലെങ്കിൽ പലസ്തീനിലോ ഇവരുടെ പാപ്പന്റെ മക്കൾ ഉണ്ടായിട്ടൊന്നല്ല. ഇവരുടെ ആവശ്യം തങ്ങൾ മുസ്ലിം വിഭാഗത്തിനോടൊപ്പമാണ്. മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞാൽ തീവ്ര മുസ്ലിങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭീകരർക്കൊപ്പമാണ് തങ്ങൾ എന്ന് കരുതിയാൽ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ഇവർക്ക് വോട്ട് നൽകും എന്നുള്ള മൂഢവിശ്വാസം അതാണ് CPMന് കുറെ കാലങ്ങളായി ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായപ്പോഴാണ് മുസ്ലിം വോട്ടുകൾ ഇട്ട് കിട്ടിയതുമില്ല, കയ്യിലുള്ള ഹൈന്ദവ വോട്ടുകളൊക്കെ ചോർന്നും പോയി. അപ്പോഴാണ് ഇവരുടെ ചിന്താഗതികൾ മാറ്റിയത്, അല്ലെങ്കിൽ ഇവരുടെ നയങ്ങൾ മാറ്റിയത്. CPMന്റെ നയങ്ങൾ അത്രയേ ഉള്ളൂ. വോട്ട് എങ്ങനെ കിട്ടുമോ അതിന് വേണ്ടിയിട്ട് അവർ നയങ്ങൾ മാറ്റും. വലിയ പ്രസംഗത്തിലൊക്കെ ഭയങ്കര സംഭവമാണ്, ഭയങ്കര ആദർശ ധീരരാണ് ഞങ്ങൾ, 4 വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ നയങ്ങൾ പണയപ്പെടുത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരമാണ്, വോട്ടാണ്. ഈ വോട്ടിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തതാണ്, അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇവർ ചെയ്തത്, അക്കാലത്ത് ഇവർ ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിലെ ആചാര ലംഘനത്തിന് അനുകൂലമായി നിൽക്കുകയും ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റിവിടുകയൊക്കെ ചെയ്തുകൊണ്ട് ഹൈന്ദവ വിഭാഗത്തിന്റെ ആകെ വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം ഇവർ ഏറ്റുവാങ്ങി. അങ്ങനെയാണ് ഇവർ അട്ടപടലം പൊട്ടിപ്പോയത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം ഇവർ വീടാതിനെ കയറി ഇറങ്ങി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കൈയും കാലും പിടിച്ച് ലേലു അല്ലു എന്ന് പറഞ്ഞ് ഇവർ അതിനുശേഷം നമുക്കറിയാലോ ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞത്? ശബരിമലയുടെ ഖ്യാതി, ശബരിമലയുടെ പ്രചാരണം ലോക രാജ്യങ്ങളിലൊക്കെ ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ തന്നെ ലോകരാജ്യങ്ങൾ മുഴുവനും ശബരിമലയെ കുറിച്ച് അറിയാം, ഇവരെ അറിയിപ്പിക്കേണ്ട കാര്യമില്ല. ഇവരുടെ ലക്ഷ്യം ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഞങ്ങൾ ഹൈന്ദവ വിഭാഗത്തോടൊപ്പമാണ് എന്ന് ഹൈന്ദവരെ വിശ്വസിപ്പിക്കണം. അല്ല, ഹൈന്ദവരുടെ ഭാഗത്തൊന്നും അല്ല ഇവര്, അത് വളരെ കൃത്യമാണല്ലോ. ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പമല്ല ഇവര്. ഗോവിന്ദൻ മാഷോട് ഇപ്പോഴും ചോദിച്ചാൽ, ഗോവിന്ദൻ ഇപ്പോഴും പറയും എന്താണ്, അള്ളാഹു മുത്താണ് എന്നും മറ്റേ ഗണപതി മിത്താണ് എന്ന് പറയുന്ന ആളാണ് ഗോവിന്ദൻ. അങ്ങനെയായിരുന്നല്ലോ, ഗോവിന്ദനെ തിരുത്തിയിട്ടൊന്നുമില്ല. ഗണപതിയെ കുറിച്ച് പറയും ഗണപതി മിത്താണ് പറയും. ഗണപതി മിത്ത് എന്താ സംശയം ചോദിക്കും, എന്തോ സംശയം ഗണപതി മിത്തല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അള്ളാഹു അത് മിത്തല്ല, അത് മുത്താണെന്ന് പറയും. ഇതാണ് ഗോവിന്ദൻ. അപ്പൊ ഗോവിന്ദന് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിരുദ്ധനാണ് ഗോവിന്ദൻ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷെ ഇവര് ഒരു തട്ടിപ്പ് പരിപാടി നടത്തി, ആഗോള സംഗമം നടത്തി. അതിന്റെ ഇടയിലാണ് ഇവർ കൈയിട്ട് വാരിയത് ഒരു 8 കോടി അല്ലെ, 8.11 കോടിയുടെ ബില്ല്, അതിൽ 7.22 കോടിയാണ് അവസാനം റെഡിയാക്കിയത്. ആകപ്പാടെ 3.85 കോടിയാണ് ഇവരുടെ സ്പോൺസർഷിപ്പായി കിട്ടിയത്. ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നു, സ്പോൺസർഷിപ്പായി കിട്ടിയ തുക കൊണ്ട് മാത്രമേ അയ്യപ്പ സംഗമം നടത്താൻ പാടുള്ളൂ, ദേവസ്വം ബോർഡിൽ നിന്ന് ഒറ്റ പൈസ പിടിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ തന്നെ അഡ്വാൻസ് ആയി 5 കോടി എടുത്തു. അതിൽ 3 കോടിയെ തിരിച്ചടച്ചിട്ടുള്ളൂ. 3 കോടിയെ തിരിച്ചടച്ചിട്ടുള്ളൂ. ഇനിയും 2 കോടി തിരിച്ചടയ്ക്കാൻ ബാക്കിയുണ്ട്. ഇനിയും ബില്ലുകൾ കൊടുത്തു തീർക്കാനുണ്ട്. ഇങ്ങനെ കട്ടുമുടിച്ചുകൊണ്ട് കട്ടുമുടിക്കൽ ഒരു ഭാഗത്ത് നടക്കുന്നു. അത് പിന്നെ എല്ലാ പരിപാടിയിലും, CPMന്റെ ഏത് പരിപാടിയാണെങ്കിലും കട്ടുമുടിക്കൽ അല്ലാതെ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ ഏറ്റവും വലിയ കൊള്ള വരാൻ പോകുന്നുട്ടോ. അതായത് വയനാടില് മുണ്ടക്കൈ ചൂരൽമലയില് ഇവർ നിർമ്മിച്ചു കൊടുത്ത 30 ലക്ഷത്തിന്റെ വീടാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ അവസാനം പണി തീർന്ന് അതിന്റെ കണക്കുകളൊക്കെ ചോദിക്കുമ്പോഴാണ്, അപ്പോഴത്തേക്ക് പോയിട്ടുണ്ടാവില്ലോ, അപ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. മൊത്തം എത്രയാ, 355 കോടിക്കെട്ടാണ് ഒരാളിൽ കരാറ് കൊടുത്തത്. വീടുണ്ടാക്കാൻ ആകെ 80 കോടി ആകുള്ളൂ. 80 കോടി വീടുണ്ടാക്കാനും ബാക്കി 320 കോടി എന്തിനാണെന്ന് ദൈവം നമ്പുരാൻ അറിയാം. ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കാനും മാവേലി സ്റ്റോർ ഉണ്ടാക്കാനും അങ്കണവാടി ഉണ്ടാക്കാനും എല്ലാം കൂടിയാണ് 100-300 കോടി എന്ന് പറയുന്നു. അതിന്റെ കണക്കുകളൊക്കെ വരട്ടെ. ഇപ്പൊ വന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളാണ്. അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നത്. പിന്നെ അതിന്റെ ഇടക്ക് അയ്യപ്പന്റെ സ്വർണം മുഴുവൻ കട്ടുകൊണ്ടുപോയി. അയ്യപ്പന്റെ തങ്കവിഗ്രഹം അവിടെ ഉണ്ടോ എന്നുള്ളത് സംശയവുമാണ്. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, ഞങ്ങൾ ഇനി അയ്യപ്പ സംഗമം നടത്തിയാലും ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല.
കാരണം ഹിന്ദുക്കൾ വളരെ കൃത്യമായി അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി അവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തോൽവി ഇവർക്കുണ്ടാവും. അത് സഖാക്കന്മാരെന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണം ഒന്ന് ഭരണവിരുദ്ധ വികാരം, രണ്ടാമത്തത് ഈ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചത് തന്നെ. അതല്ലാതെ നൂറുകൂട്ടം കാര്യങ്ങൾ വേറെയുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ളത് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു എന്ന് പറയുന്ന ഹൈന്ദവരുടെ വോട്ടുകൾ ഒന്നും CPM പട്ടികയിലേക്ക് പോയില്ല. ഹൈന്ദവരുടെ വോട്ടുകൾ മാത്രമല്ല, അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാലയം കൊള്ളയടിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ടും കിട്ടില്ല, മുസ്ലിങ്ങളുടെ വോട്ടും കിട്ടില്ല, നല്ല വിശ്വാസികളുടെ ആരുടെയും വോട്ട് ഇവർക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അവസാനം ഇവരിപ്പോ പ്ലേറ്റ് മാറ്റി, നയം മാറ്റി. ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോ ഇവർക്കിപ്പോ മുസ്ലിം പ്രീണനം, വീണ്ടും പഴയ മുസ്ലിം പ്രീണനം പുറത്ത് കൊണ്ടുവരികയാണ്. ഈ മുസ്ലിം പ്രീണനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പം മറ്റേ ഗൾഫ് യുദ്ധമാണല്ലോ, അതില് ഇവർ ഇറാന്റെ പക്ഷത്താണ്. അമേരിക്കക്കും ഇസ്രായേലിനും എതിരാണ്. നേരത്തെ അമേരിക്കക്കും ഇസ്രായേലിനും എതിരാണ്. പക്ഷെ മൂലക്കുരു ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കാരണഭൂതന് അമേരിക്ക തന്നെ പോകണം. അവിടെ പിന്നെ ട്രംപിനോട് വിരോധമില്ല, സാമ്രാജ്യത്വ ശക്തികളോടുള്ള വിരോധമില്ല, യുദ്ധക്കൊതിയന്മാർ, സാമ്രാജ്യത്വവാദികൾ, അങ്ങനെ ഒന്നുമില്ല. മൂലക്കുരു അവിടെ തന്നെ. ഇവിടെ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ വീണസഖാവ് ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങൾ അമേരിക്കയിലേക്കാൾ മുന്നിലാണെന്നൊക്കെ വീണസഖാവ് വിളിച്ചു പറയുമ്പോഴും കാരണഭൂതം നേരെ മൂലക്കുരു ചികിത്സക്ക് എവിടെ പോകും? അമേരിക്കയിൽ പോകും. അപ്പൊ പക്ഷെ ഇവിടെ അമേരിക്ക ലോക പോലീസ് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഇവര് എന്ത് ചെയ്യുന്നു? അധികാരം അധികാരം ചെലുത്തുന്നു. ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേൽ ഏറ്റവും വലിയ എന്താ പറയാ, നമ്മുടെ ശത്രു രാജ്യം ഇസ്രായേൽ. അപ്പൊ ഇറാൻ നമ്മളെ സ്വന്തം. എന്താ ഇറാൻ ഇപ്പം CPM-ന്റെ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരുടെ, CPM-കാരുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഹൃദയമാണ് ഇറാൻ എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇറാന്റെ ചരിത്രം അറിയോ നിങ്ങൾക്ക്? ഇന്നത്തെ പത്രമൊക്കെ, ഇന്നത്തെ അല്ല, കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. പ്രത്യേകിച്ചും ദേശാഭിമാനി നോക്കിയാല് ഇറാൻ ചെയ്യുന്ന, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മുഴുവൻ ഇറാൻ മിസൈലുകൾ അയക്കുകയാണ്. ഇറാൻ പറയുന്നത് അവിടെയുള്ള ഈ US-ന്റെ വ്യോമതാവളങ്ങളിലേക്ക് അല്ലെങ്കിൽ US-ന്റെ സൈനിക ക്യാമ്പുകളിലേക്കൊക്കെയാണ് മറ്റേ മിസൈൽ തൊടുത്തു വിടുന്നതൊക്കെ പറയാം. പക്ഷേ നിരവധി ആൾപ്പാർപ്പുള്ള അല്ലെങ്കിൽ മറ്റ് പട്ടണങ്ങളിലേക്കൊക്കെ മിസൈലുകൾ ചെന്ന് വീഴുകയാണ് ഇറാന്റെ. ഗൾഫിലാണ് നമ്മളുള്ളത്, നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതലുള്ളത് ഗൾഫിലാണ്. ആ ഗൾഫ് രാജ്യങ്ങളിലെ ജനജീവിതം ആകെ താറുമാറാക്കുകയാണ് ഇറാൻ. എങ്കിലും CPM-കാർ ഇറാന്റെ കൂടെയാണ്. അപ്പൊ ഇറാനോട് ഇവർക്കുള്ള സ്നേഹം, നിങ്ങളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ, നമ്മൾ വെറുത്തു പോകുക എന്ന് പറഞ്ഞാലോ, ഇങ്ങനത്തെ ആൾക്കാർ ലോകത്തുണ്ടോ? നമ്മൾ അതിശയപ്പെട്ടു കേട്ടോ. ഇറാനിലെ 1978-ലാണ്, ശ്രദ്ധിക്കണേ, 1978 അല്ല 79, 1979-ലാണ് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. അതിന്റെ മുമ്പ് 1979 വരെ ഷായുടെ ഭരണമായിരുന്നു. അക്കാലത്ത് ഇറാനില് സ്ത്രീകൾക്ക്, അതായത് പാശ്ചാത്യ നാടുകളിലുള്ള അത്രയും സ്വാതന്ത്ര്യം, മിനിസ്കർട്ടൊക്കെ ധരിച്ചിട്ട് യൂണിവേഴ്സിറ്റികളിലും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തുമൊക്കെ പുരുഷന്മാരെ മറികടന്നുകൊണ്ട് സ്ത്രീകളുടെ ഒരു മേധാവിത്വമായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിലെ എങ്ങനെയാണോ ഒരു സ്ത്രീ ശക്തി, ആ രീതിയിലുള്ള സ്ത്രീ ശക്തിയായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ ജനജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഭിക്ഷമായ ജീവിതമായിരുന്നു. പക്ഷേ അവിടെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള സമ്പത്ത് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ഇങ്ങനെ കുന്നുകൂടുകയും കുറെ ആൾക്കാർ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ അവിടെ ഉണ്ടായി കേട്ടോ. മുതലാളിത്ത രാജ്യങ്ങളുടെ ഒക്കെ ഒരു സ്ഥിതി അതാണല്ലോ. അപ്പോഴാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, ഇറാനിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകൾ ഇറാനിൽ ഉണ്ടായിരുന്നു. ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാര് ഷായുടെ ഈ ഏകാധിപത്യത്തിനെതിരെ, ഷായുടെ ഈ സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഇവരെ സംഘടിച്ച് സമരം ചെയ്യാൻ തുടങ്ങി. ആര്? ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ സോഷ്യലിസം ജനാധിപത്യം, അവിടെ സോഷ്യലിസം ജനാധിപത്യം ഇല്ല, അവിടെ ഒരു മുതലാളിത്ത സംസ്കാരമാണ്, അതുകൊണ്ട് ഈ സ്വത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് കുന്നുകൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ സ്ഥിരം പരിപാടി. ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഈ ഖുമേനി ഉണ്ടല്ലോ, പഴയ ഖുമേനി, ആയത്തുള്ള ഖുമേനി, അലി ഖുമേനി അല്ല, ആയത്തുള്ള ഖുമേനി എന്ന പാരീസിലാണ്. മൂപ്പർ അവിടെയാണ് പ്രവാസ ജീവിതം നയിക്കുന്നത്.
അപ്പൊ ഈ ഖൊമേനിയെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഇറാനിലേക്ക് ഖൊമേനിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഇസ്ലാമിക വൽക്കരണമൊക്കെ നടത്തിയിട്ട് അപ്പൊ ഖൊമേനിയും പറഞ്ഞു ശരി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല സോഷ്യലിസം നടപ്പാക്കാം, ജനാധിപത്യം നടപ്പാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഇറാനിലെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരും അവിടുത്തെ റവല്യൂഷണറി ചിന്താഗതിക്കാരും അവിടുത്തെ വിദ്യാർത്ഥി സമൂഹമൊക്കെ തെരുവിലിറങ്ങിയിട്ടാണ് ഇറാനിൽ ഒരു വിപ്ലവം നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇറാനിലെ ആ വിപ്ലവത്തിന് 79 വിപ്ലവത്തിന് ഹേതുവായത് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരാണ്, അവിടുത്തെ റെവല്യൂഷണറി എന്താ പറയാ ആ ഒരു മൈൻഡുള്ള ആൾക്കാരാണ്, പിന്നീട് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ്. അവസാനം അവിടെ ഷായെ അവിടുന്ന് തുരത്തി ഓടിച്ച് അവിടെ ഇസ്ലാമികവൽക്കരണം നടത്തിയപ്പോ സംഭവിച്ചെന്താണെന്നറിയോ? ഖൊമേനിയാണ്ട് അധികാരണ്ട് പിടിച്ചെടുത്ത് ഒരു സോഷ്യലിസം ഇല്ല, ഒരു ജനാധിപത്യം ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. ഈ തങ്ങളോടൊപ്പം ചേർന്ന് ഷായെ സ്ഥാനഭ്രഷ്ടനാക്കിയ ഇവിടെ ഈ ഇസ്ലാമിക വിപ്ലവത്തിന് സഹായിച്ച കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടമായി കൊന്നെടുക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് സ്ത്രീകളെ. ഇവര് ഈ ഇസ്ലാമികവൽക്കരണം അവിടെ നടത്തി ഈ ഖൊമേനി അധികാരത്തിലേറി ഉടൻ തന്നെ അവർ നടപ്പിലാക്കിയത് തൊഴിൽ രംഗത്ത് നിന്ന് സ്ത്രീകളെ മുഴുവൻ ആട്ടിപ്പായിച്ചു. തൊഴിൽ രംഗത്ത് സ്ത്രീകൾ പാടില്ല, വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾ പാടില്ല, എല്ലാവർക്കും ഹിജാബ് നിർബന്ധമാക്കി. അവിടെ വിവാഹപ്രായം 9 വയസ്സാക്കി ചുരുക്കി. 9 വയസ്സുള്ള പെൺകുട്ടികളെ ഏത് മുല്ലാക്കന്മാർക്കും കല്യാണം കഴിച്ചുകൊണ്ടാകാം എന്ന് പറയുന്ന ഈ ശിശു വിവാഹം നിർബന്ധമാക്കി. എന്നിട്ട് ഇവർ ചെയ്തത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും തിരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊന്നു, അല്ലാത്തവരെ മുഴുവനും തടങ്കൽ പാളയത്തിലിട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആയിരക്കണക്കിന് യുവതികളെയും യുവാക്കളെയും തടങ്കലിലിട്ടു കമ്മ്യൂണിസ്റ്റുകാരെ. ഈ പിണറായി വിജയന്റെ ആൾക്കാരെ, ഗോവിന്ദന്റെ ആൾക്കാരെ, ബ്രിട്ടാസിന്റെ ആൾക്കാരെ മുഴുവൻ തടങ്കൽ പാളയത്തിലിട്ടു. എന്നിട്ട് അവിടെ നിന്ന് അതിക്രൂരമായി ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരത ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഈ പെൺകുട്ടികളെ അവിടെ ചെയ്തത് എന്താന്ന് വെച്ചാൽ, പെൺകുട്ടികളെ കൊന്നൊടുക്കുന്നതിന് മുമ്പ് ഇവരെ വെടിവെക്കുന്നതിന് മുമ്പ് ഇവരെ മുഴുവൻ ബലാത്സംഗം ചെയ്തു. അതായത് ഈ ഒരു ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് കന്യകകളായ പെൺകുട്ടികളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഇവർ സ്വർഗത്തിൽ പോകത്രേ, ഇവർ സ്വർഗത്തിൽ പോയേക്കും. അപ്പൊ ഇവരെ സ്വർഗത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യണം അറിയോ? ബലാത്സംഗം ചെയ്യണം. അപ്പോൾ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് കൂട്ടബലാത്സംഗം, തടവറകളിൽ മുഴുവൻ കൂട്ടബലാത്സംഗം, അത് ചെയ്തു കഴിഞ്ഞിട്ട് കൂട്ടബലാത്സംഗം ചെയ്ത് കഴിഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലുക. 88 ഒരു കണക്കനുസരിച്ച് 6000-ഓളം സ്ത്രീകളെ ഒരു പ്രത്യേക സെല്ലില് കൂട്ടക്കുരുതി നടത്തി എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഒരു 1,00,000-ഓളം ഇത്തരത്തിലുള്ള സ്ത്രീകളെയാണ് കൂട്ടക്കൊല നടത്തിയത്. ഒരു പക്ഷെ ഇറാനിലെ കുരുതി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ കുരുതിയിൽ 90% ഇരകളായത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ, അതിനുശേഷം ഇറാനിൽ നടന്ന സംഭവവികാസങ്ങൾ നമുക്കറിയാം. മഹ്സ അമീനിയുടെ തലമുടി ചുരുൾ പുറത്ത് കണ്ടതിനെ തുടർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്തത്, അതിനുശേഷം അവിടെ രംഗത്തിറങ്ങിയ എന്താ പറയാ യുവതികളെയും യുവാക്കളെയും മുഴുവൻ വെടിവെച്ച് കൊന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധൻ, മനുഷ്യത്വ വിരുദ്ധൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് എന്താ പറയാ ഇറാൻ വിട്ടോടിയ ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ വിപ്ലവ ചിന്താഗതിയുള്ള സ്ത്രീകളുമൊക്കെ അവർ നൃത്തം ചെയ്യുകയായിരുന്നു തെരുവിൽ ഈ അലി ഖൊമേനിയെ US വധിച്ചപ്പോ. പക്ഷെ ഹൃദയം പൊട്ടി വിലപിച്ച ആരാണെന്നറിയോ? പിണറായിന്റെ ടീമും. ഇപ്പൊ ഓരോ ദിവസവും പിണറായി വന്നിട്ട് ഇറാന് വേണ്ടി കരയാണ്. ആയത്തുള്ള അലി ഖൊമേനിക്ക് എന്താ പറയാ ഈ അന്ത്യാജ്ഞലി അർപ്പിച്ചില്ല, പ്രണാമം അർപ്പിച്ചില്ല മോദി. അതായിരുന്നു നെച്ചത്തടി നിലവിളി. മോദി അവസാനം അത് ഇവരുടെ ഈ പറയുന്ന അന്ത്യമാജ്ഞലി രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്തു, അനുശോചനം അറിയിച്ചുകൊണ്ട് അതൊക്കെ ചെയ്തു. എങ്കിലും പിണറായിക്ക് എന്താ പറയാ സഹിക്കുന്നില്ല. ഒന്ന് നോക്കണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്ത രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? കാരണം ഇറാനിലെ ഇസ്ലാമിസ്റ്റുകൾ, ഇറാനിലെ മുസ്ലിങ്ങൾ, അവർക്കൊപ്പമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സ് എന്ന് പിണറായി കരുതുകയാണ്. അപ്പം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിന് വോട്ട് വേണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇയാൾ എന്താ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇയാള് ഇറാന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്നത് അതൊരു ഭാഗത്ത് നടത്തുന്നു. ഇനി വേറൊരു കാര്യം, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു തോന്നുന്നു, ഇന്നലെയല്ല മെനാന്ന് അല്ലേ, നമ്മുടെ കാന്തപുരം മുസ്ലിയാരുടെ കോഴിക്കോട്ടുള്ള എന്താ പറയാ ഒരു കോളേജ് ഉണ്ട്. എന്ത് കോളേജാണെന്നറിയോ? മെഡിക്കൽ കോളേജ്, യുനാനി മെഡിക്കൽ കോളേജ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് യുനാനി മെഡിക്കൽ കോളേജ്. അതായത് കാന്തപുരത്തിന്റെ യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ മന്ത്രിസഭാ യോഗ തീരുമാനമായിരുന്നു.
പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. ഈ എയ്ഡഡ് പദവി വേണമെന്ന് പറഞ്ഞ് ഒരുപാട് ഹൈന്ദവ വിഭാഗത്തിന്റെ വിദ്യാലയങ്ങള്, മറ്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ വിദ്യാലയങ്ങള്, ഇത്തരത്തിലുള്ള കോളേജുകള്, ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ ഇതിന്റെ ശുപാർശകളൊക്കെ മന്ത്രിസഭ ഈ പറയുന്ന സർക്കാരിലുണ്ട് കേട്ടോ. പക്ഷേ ഒരപേക്ഷ പോലും കിട്ടാതെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകി. കോടികൾ ഇനി അവിടുത്തെ അധ്യാപകർക്കും ആ സ്ഥാപനത്തിന് നടത്തിപ്പിനുമായി കോടിക്കണക്കിന് രൂപ ഇനി വരുന്ന സർക്കാർ കൊടുക്കേണ്ടി വരും. അവിടുത്തെ അധ്യാപക നിയമനവും വിദ്യാർത്ഥികളുടെ ഫീസും ഒക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് എടുക്കും ചെയ്യാം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? കാരണം ഈയിടെ നിങ്ങൾക്കറിയോ, ഇതുവരെ പിണറായിക്കൊപ്പമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം. പക്ഷേ ഇവര് പതുക്കെ ലീഗിനോട് അടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പില് അവര് ഈ CPM പകരം അവര് UDF നീങ്ങുകയാണ് എന്ന ഒരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് നമുക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണ UDF അവർ പരസ്യമായി അങ്ങനെ പിന്തുണയൊന്നും നൽകില്ല, എങ്കിലും അവരുടെ മനസ്സ് UDF അല്ലെങ്കിൽ ലീഗിനൊപ്പമാണ്. അത് പിണറായി മനസ്സിലാക്കി. പ്രത്യേകിച്ചും മരുമോൻ തോറ്റു പോകും. ബേപ്പൂര് ഗണ്യമായി ഈ AP വിഭാഗത്തിന്റെ വോട്ടുകളുണ്ട് കേട്ടോ. AP വിഭാഗത്തിന്റെ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇയാൾക്ക് റിയാസിന് കിട്ടിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിന് കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ മരുമോൻ തോറ്റുപോകും. മരുമോൻ തോറ്റുപോയാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിന്നെ ആരെ മുഖ്യമന്ത്രിയാക്കും? ഇതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്തത് ഈ യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകി. അപ്പോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണയും കിട്ടി. അതിനേക്കാളും വലിയ ഒരു കുത്തിത്തിരിപ്പ് ഇന്നത്തെ ദേശാഭിമാനിയില് ഒരു വാർത്ത, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ. ഇന്നത്തെ ദേശാഭിമാനിയുടെ 11-ാം പേജിൽ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കണേ, നിങ്ങൾക്കുള്ള വെട്ടാണ്. 11-ാം പേജിലെ ഏറ്റവും താഴെ കാണാം, കല്യാൺ സിംഗ് കോടതിയെ വഞ്ചിച്ചു, ബാബറി മസ്ജിദ് കോൺഗ്രസ് പുനർനിർമ്മിക്കാതിരുന്നത് വോട്ട് ബാങ്ക് മയന്ന് KK വേണുഗോപാൽ. ഈ KK വേണുഗോപാൽ എന്ന് പറയുന്നത് കല്യാൺ സിംഗിന്റെ അഭിഭാഷകനായിരുന്നു കേട്ടോ. KK വേണുഗോപാൽ. ആ KK വേണുഗോപാൽ എന്ന് പറയുന്ന പ്രശസ്ത അഭിഭാഷകന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങാൻ പോവുകയാണ്. അത് സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തെ കുറിച്ചാണ് ഈ സ്റ്റോറി കേട്ടോ. ഇതിൽ പറയുന്നത് ബാബരി മസ്ജിദ് പൊളിച്ചത് സംഘപരിവാർ ആണെങ്കിലും ബാബരി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് വിചാരിച്ചിരുന്നു എങ്കിൽ ബാബരി മസ്ജിദ് പൊളിക്കില്ല. ഇപ്പൊ ദേശാഭിമാനി ഈ ഹിന്ദുവിലെ അഭിമുഖം കോട്ട് ചെയ്തിട്ട് അതിൽ അയാൾ പറയുന്ന 5-6 വരികൾ എടുത്തിട്ടാണ് ദേശാഭിമാനി അലക്കിയത്. ഈ വാർത്ത ഇങ്ങനെയാണ്, ഞാൻ ഒന്ന് വായിക്കാൻ തുടക്കം. സംഘപരിവാർ തകർത്ത ബാബരി മസ്ജിദ് കോൺഗ്രസ് പുനർനിർമ്മിക്കാതിരുന്നത് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് ഭയന്നിട്ടാണ് എന്ന് ഭരണഘടനാ വിദഗ്ധനും മുൻ അറ്റോർണി ജനറലുമായ KK വേണുഗോപാൽ ആത്മകഥയായ ആൻ ആക്സിഡന്റൽ ലോയർ മൈ അഡ്വഞ്ചേഴ്സ് ഇൻ ലോ ആൻഡ് ലൈഫ് എന്ന പുസ്തകം പുറത്തിറങ്ങിയതിന് പിന്നാലെ ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു പറച്ചിൽ. ബാബരി മസ്ജിദ് പൊളിച്ച ഉടൻ കേന്ദ്ര സർക്കാരിന് അത് പുനർനിർമ്മിക്കാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് ആർക്കും തൊടാനാവാത്ത ഒന്നായി നിലനിൽക്കുമായിരുന്നു. എന്നാൽ കോൺഗ്രസ് അതിന് തയ്യാറായില്ല. ഇതാണ് ആരോപണം. അതായത് ബാബരി മസ്ജിദ് കർസേവകർ പൊളിച്ചു, ശരി തന്നെ. അതിന്റെ പിറ്റേ ദിവസം ഇത് പുനർനിർമ്മിക്കാമായിരുന്നു കോൺഗ്രസ് ചെയ്തില്ല. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വികാരം ഇങ്ങനെ വ്രണപ്പെടും. കോൺഗ്രസ് ഇത് എന്ത് പണിയാ ചെയ്തത്? കോൺഗ്രസിന് ഈ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാമായിരുന്നു, അവർ ചെയ്തില്ല. പോരെ? അപ്പൊ ഞാൻ ഇങ്ങനെ ഈ 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇറാന്റെ സംഭവം, ഈ പറയുന്ന നമ്മുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സോപ്പടിക്കുന്ന പരിപാടി. ഇന്നലെ പിണറായി കോഴിക്കോട്ടെത്തിയപ്പോഴേ ഇയാൾ പോയി കണ്ടിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോയി കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ഉസ്താദേ വോട്ട് മറക്കരുതേ, വോട്ട്. മറ്റേ വെടിപൊട്ടിക്കാൻ പോയി തന്നെ ഇവിടെ നമ്മുടെ വയനാട്ട് തുരങ്കം അല്ലെ, വയനാട് തുരങ്കപാതക്ക് വെടിപൊട്ടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഉസ്താദിനെ കണ്ട് അവിടെ ഒരു വെടി പൊട്ടിച്ചത്. അപ്പം പിണറായി ഇങ്ങനെ നടന്ന് വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. CPM
എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പറയും മുസ്ലിം വോട്ടുകൾ എന്നുള്ളത് പഴയ പോലെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടല്ല നിങ്ങൾക്ക് ഇങ്ങനെ വാരിക്കോരി തരാൻ. മുസ്ലിങ്ങളുടെ ഒരു വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ കുത്തിരിപ്പ് ഉണ്ടാക്കിയാലും ഇന്ത്യയിലുടനീളം മുസ്ലിം വിഭാഗം കോൺഗ്രസുമായി ഐക്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ ഈ നയപരിപാടികളും നിങ്ങളുടെ ഈ ഇവർക്ക് നേരെയുള്ള സോപ്പിടലൊക്കെ വോട്ട് കിട്ടാനുള്ള തന്ത്രം മാത്രമാണെന്ന് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിന് നന്നായിട്ട് അറിയാം. പിണറായി എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും AP അബൂബക്കർ മുസ്ലിയാരുടെ വോട്ടും കിട്ടില്ല, ഇവിടുത്തെ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പൊലിപ്പിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്ത അവിടുത്തെ ഇസ്ലാമിക സർക്കാരിനെ എതിരെ ഇപ്പതാ ഇസ്രായേലും അമേരിക്കയും അവിടെ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഇസ്രായേലിനൊപ്പം അമേരിക്കക്കൊപ്പം നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇന്നലത്തെ ദേശാഭിമാനിയിൽ പുത്തലത്ത് ദിനേശന്റെ ഒരു വലിയൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ പുത്തലത്ത് ദിനേശനെ പറയാതിരിക്കാൻ വയ്യ. അവിടെ ഇറാനില് ആ ലേഖനത്തിന്റെ ഒരു മധ്യഭാഗത്ത് പറയുന്നുണ്ട്, ഇറാനില് കമ്മ്യൂണിസ്റ്റുകാരെ ഈ മറ്റേ കൊമേനി ഭരണകൂടം കൂട്ടക്കൊല ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പുത്തലത്ത് ദിനേശൻ എഴുതുകയാണല്ലോ, എങ്കിലും അതായത് ആയിരക്കണക്കിന് ഞങ്ങൾ സഖാക്കന്മാരെ കൂട്ടക്കൊല നടത്തിയാലും ഖുമേനി അമേരിക്കക്കെതിരാണ്, അതുകൊണ്ട് നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? ഇറാന്റെ കൂടെ നിൽക്കണം, അലി ഖുമേനിക്കൊപ്പം നിൽക്കണം. കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നോട്ടെ, അവിടുത്തെ സ്ത്രീകളെ മുഴുവനും വെടിവെച്ച് കൊന്നോട്ടെ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, 9 വയസ്സുകാരികളൊക്കെ കല്യാണം കഴിച്ച് ഇവരിങ്ങനെ എന്ത് ചെയ്യട്ടെ, ബലാത്സംഗം ചെയ്യട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. അമേരിക്കക്കെതിരെ ഇവർ കൈവിരൽ ചൂണ്ടുന്നുണ്ടല്ലോ, നമുക്ക് അത് മതി. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഇസ്ലാമിക വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. കാത്തിരുന്നോളി. 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേരളത്തിലെ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് അത്ര പൊട്ടന്മാരാണോ എന്ന് 2 മാസം കഴിഞ്ഞിട്ട് പിണറായി വിജയന് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല പ്രദേശങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വിജയിക്കുന്നത് BJP ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിന് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അവർ വെറുതെ ഇങ്ങനെ ഈ മതം നോക്കി പ്രീണനം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. അവര് കൃത്യമായി എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ വികസനം, അത് ആരാണ് നമ്മുടെ നാടിനെ, നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാൻ, നമ്മുടെ നാട് സംരക്ഷിക്കാൻ ആരാണുള്ളത്, ആരാണ് വികസനത്തിന്റെ വഴി തെളിയിക്കുന്നത്, അവർ നോക്കിയിരിക്കുകയാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം അത് ആരാണ് എന്ന്. എന്തായാലും പിണറായി അല്ല എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ CPM-ന് ഒരു ഇസ്ലാമിക വിശ്വാസി പോലും വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.